നമ്മളിപ്പോൾ ലേക്ക് ലൂയിസിലെത്തി. ലേക്ക് ലൂയിസിൽ തന്നെ നമുക്ക് അകത്തോട്ട് ഇപ്പോൾ അങ്ങനെ കയറാൻ പറ്റില്ല, സീസൺ ആയതുകൊണ്ട് തന്നെ. നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വേറൊരു പാർക്കിംഗ് ലോട്ടുണ്ട്. ഇപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ വന്ന് ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാപ്പ് ഇട്ടാൽ മതി. പാർക്ക് ആൻഡ് റൈഡിൽ വരിക, എന്നിട്ട് നമുക്ക് ഇവിടെ ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞു തരും എങ്ങോട്ടാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന്. അവിടെ പാർക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമുക്ക് അവിടെയൊക്കെയാണ് പാർക്കിങ്ങിൽ ഇതേപോലെ നടന്ന് ഇതാ ആ ഒരു സ്പോട്ടിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് ഷട്ടിൽ ബസ് കിട്ടും. ആ ഷട്ടിൽ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ ലേക്ക് ലൂയിസിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി. അതുപോലെ നമുക്കിവിടെ കേബിൾ കാർസ് വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. കേബിൾ കാർസ് വരുന്നുണ്ട്. അതിന് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കേബിൾ കാർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്തായാലും ഡയറക്റ്റ് ലേക്ക് ലൂയിസിൻ്റെ ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഏകദേശം ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത് തിരിച്ച്. പിന്നെ നമുക്കിവിടെ ഇതുപോലെ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ഇതിനകത്താണ് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. നമുക്ക് മൊറൈൻ ലേക്കിൻ്റെ ഷട്ടിലുണ്ട്, അതുപോലെ ലേക്ക് ലൂയിസിൻ്റെ ഷട്ടിലുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇവിടെ ബസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടെ അവർ കൊണ്ട് ഇറക്കും. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യുക, എന്നിട്ട് നേരെ അവിടുന്ന് നേരെ ഈ ഒരു സ്ഥലത്തേക്ക് വരിക. അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക. ഓൾമോസ്റ്റ് ഒരാൾക്ക് $55 നമുക്ക് ലേക്ക് ലൂയിസിലേക്കുള്ള ഒരു ഇൻഡിവിജ്വൽ വരുന്നത്. മൾട്ടി ആണെങ്കിൽ ഒരു $125. ലേക്ക് ലൂയിസും മൊറൈൻ ലേക്കും രണ്ടും കൂടെ കൂടുവാണെങ്കിൽ $125. അതല്ലാണ്ട് ഇപ്പം നമുക്ക് ഗൊണ്ടോള, ഇപ്പം മറ്റേ കേബിൾ കാർ പരിപാടികളൊക്കെ ആണെങ്കിൽ അത് വീണ്ടും എക്സ്ട്രാ പൈസ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് അനുസരിച്ച് നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് തന്നെ ടൈമിംഗ് അവർ എഴുതി തരും. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. കൗണ്ടേഴ്സിൽ പോയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു പാർക്കിംഗ് സ്പോട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാണ് പോകുന്നത്. ബാക്കിയെല്ലാം പോകുന്നതൊക്കെ ഇവിടുന്നാണ്. നമുക്ക് ലേക്ക് ലൂയിസിലേക്ക് ഡയറക്റ്റ് വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും തിരിച്ചു വരേണ്ടി വരും. ഓഫ് സീസണൊക്കെ ആണെങ്കിൽ പറ്റുമായിരിക്കും, പക്ഷേ അല്ലാണ്ട് നമ്മൾ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ ഈ പാർക്ക് ആൻഡ് റൈഡിൽ വന്നിട്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് മാത്രമേ അത് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്കിവിടെ ഷട്ടിൽ സർവീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ 1 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്ക് റേറ്റ് ഓൾമോസ്റ്റ് ഒരു $150 ഒക്കെ ഓൾമോസ്റ്റ് പെർ പേഴ്സൺ എന്തായാലും വരും. നമുക്ക് അതൊരു ബണ്ടിൽ എടുക്കുവാണെങ്കിൽ എന്തോ 30% ഓഫോ അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കി. അപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കിയാൽ ഇവർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ 2 ദിവസം നമ്മൾ ഓൺലൈനൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു $8 ചെറിയ എമൗണ്ടിൽ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ നേരത്തെ നമ്മൾ വരുന്നതിൻ്റെ ഒരു 2 ദിവസം 3 ദിവസം നമ്മൾ ഓൺലൈനിൽ ഈ ഷട്ടിൽ റണ്ണിൻ്റെ ഒക്കെ നിങ്ങൾ എടുക്കുക, ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ആ ഓൺലൈൻ എടുത്ത സാധനം ഇവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെറിയ റേറ്റിൽ പോകാൻ പറ്റും, ചെക്കിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി വരുന്നത്. നമ്മളിവിടെ ആ സമയത്ത് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും. അതാണിപ്പോൾ നമുക്ക് പറ്റിയത്. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയാണ്. ഇപ്പം നമ്മൾ ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. നമ്മൾ നേരത്തെ വരിക, നേരത്തെ വന്നിട്ട് ടിക്കറ്റ് ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ നടക്കും. ഇതേപോലെ ബസ്സുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റും. നമ്മളവിടുന്ന് ഷട്ടിലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടം വരെ കൊണ്ടിറക്കും. നമ്മൾ ഈ വന്ന വണ്ടിയിലാണ് നമ്മൾ വന്നത്. അപ്പം നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് ഇതാണ് നമ്മൾ പറയുന്ന മൊറൈൻ ലേക്ക്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട്. മേളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്.
അതുപോലെ നമ്മളിപ്പോൾ ഇനി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ഒരു കരടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു വ്യൂയിങ് പോയിൻ്റ് എന്ന് പറയാം. ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ. നമുക്ക് ഇന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അതുപോലെ ആ ഒരു മലയുടെ മണ്ടയിലൊക്കെ ആൾക്കാർ നിൽക്കുന്ന കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അതിന് നമ്മൾ വന്നിറങ്ങിയ ആ സ്ഥലത്തു നിന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മലേൻ്റെ മേളിലേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും. നമുക്ക് എന്തായാലും ഇനി അപ്പുറത്തേക്ക് പോവാം. ഇതിൻ്റെ ഒരു മെയിൻ വ്യൂയിങ് സ്പോട്ട് ഉണ്ട്, നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. അതുപോലെ റെസ്റ്റ് റൂംസ് ഉണ്ട്, അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടു പോകുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലേക്കിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഇറങ്ങാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് താഴോട്ട് പോകാൻ പറ്റും. നമുക്കിങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതാണ്. ഇവിടെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു അപാര വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. മഞ്ഞൊക്കെ ഇറങ്ങി നല്ല തണുപ്പുമുണ്ട് ഇവിടെ, നല്ല കാറ്റും നല്ല തണുപ്പുമുണ്ട്. പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ അടിപൊളി കിട്ടുന്ന വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്, നല്ല ക്രൗഡഡ് ആണ്. അറ്റ് ദ സെയിം ടൈം തണുപ്പുമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത്. നല്ല കാറ്റായിരുന്നു, കാറ്റായിട്ട് ഇവിടുന്ന് ഒരു അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, അതായിരുന്നു പ്രശ്നം. ഇപ്പൊ വലിയ കുഴപ്പമില്ല, കാറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ വീണ്ടും നമ്മൾ ആ വന്ന സ്ഥലത്തേക്ക് വന്നേക്കതാണ്. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് പിന്നെ ട്രെയിൽ വരുന്നത്. നമ്മൾ ആ ട്രെയിൽ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരാൻ പോവാണ്. നമ്മളിപ്പോൾ അതിൻ്റെ മണ്ടയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ട്രെയിലിൻ്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. നമുക്കിനി ഈ ട്രെയിലിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. നമ്മളിനി ഇതിലേ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. നമ്മളെന്തായാലും ഫുള്ള് കയറുന്നില്ല, മല കയറുന്നില്ല, കാരണം ഫുള്ള് കല്ലായിട്ടുള്ളൊരു മലയാണ്. നമുക്ക് കയറണമെങ്കിൽ കയറാം, പക്ഷേ അത്ര അഡ്വഞ്ചറസ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ അത് കയറുന്നില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഈ ട്രെയിനിലൂടെ ഇങ്ങനെ നമുക്കൊന്ന് നടന്നിട്ട് വരാം. നന്നായിട്ടുണ്ട്, ഇത് ഫുള്ള് കല്ലാണ്, നല്ല കരിങ്കല്ല് കൊണ്ടുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ കയറണം. നമുക്ക് ഇതാണ് റോഡ് വരുന്നത്. ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബോർഡ്സും സൈൻ ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിൽ ടു കൺസലേഷൻ ലേക്സ്, അതാണ്. നമുക്ക് ഇതിലെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ടയിൽ ശരിക്കും കയറാൻ പറ്റും. നമുക്ക് കയറാം, പക്ഷേ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആരും തന്നെ കയറാൻ ഇപ്പോൾ ഉള്ള മൈൻഡുള്ള ടീമുകളല്ല. ഇത് കുറച്ചും കൂടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. കാരണം അഡ്വഞ്ചറസ് ആയിട്ട് കയറണമെങ്കിലേ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിനൊരു സുഖം ഉണ്ടാവും. നമുക്ക് എന്തായാലും കുറച്ചൊന്ന് നടന്നിട്ട് വരാം. ഇതിലേക്ക് ഇങ്ങനെയാണ് റോഡ് വരുന്നത്. ചില സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് വഴി നമുക്കിങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റും. അത്യാവശ്യം നടക്കാനുണ്ട്.
നമുക്കിത് നടന്ന് മേളിലേക്ക് കയറാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 hour ടൈം തന്നേക്കുന്നത്. ഈ 1 hourനുള്ളിൽ നമ്മൾ കയറിയിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെന്തായാലും കുറച്ച് കയറി നോക്കാം. നമുക്ക് ഇന്നലെ നമ്മൾ ആ മലേൻ്റെ മണ്ടയിൽ കയറിയ പോലെയല്ല, ഇത് ഫുള്ള് കരിങ്കല്ലാണ്. എന്തായാലും കുറച്ചെന്തായാലും അങ്ങോട്ട് നടക്കാം. ഒരുപാട് പേര് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിലെ. ഇതാണ് ഇതിൻ്റെ ഒരു റൂട്ട് വരുന്നത്. സൈൻ ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമുക്കിതേ താഴോട്ട് പോകാൻ പറ്റും. അവിടെ ഒരു ലേക്കുണ്ട്. ജസ്റ്റ് ഒന്ന് താഴെ വരെ ഒന്ന് നടന്നിട്ട് വരാം. ഇവിടെ നിന്നൊക്കെയുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കിടക്കം വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഫാമിലി ആയിട്ട് വന്നാലും നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പറ്റും. പക്ഷെ നമുക്കിത് കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ അവരുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് വേണം ഇതിലേക്ക് പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് മൊറൈൻ ലേക്ക്. നമുക്കിവിടെ പബ്ലിക് വെഹിക്കിൾസിന് ആക്സസ് ഇല്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ബസ് കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് വേണം വരാൻ. അല്ലാണ്ട് നമ്മൾ പബ്ലിക് വെഹിക്കിളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കിടുക്കനായിരിക്കും. നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അപാര ലുക്കാണ്. ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് നടന്നു പോകുന്നുണ്ട്. പിള്ളേരൊക്കെ ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ അതിനോടുള്ള മൈൻഡുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇതിൽ നടന്നു പോകുന്നുണ്ട്. നമുക്കെന്തായാലും നമ്മൾ ഇത്ര നടന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ എൻഡ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇത് വേറെ തന്നെ മൂടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എങ്ങനെ എനിക്കിത് ക്യാപ്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മാക്സിമം ഞാൻ ഇത് ക്യാപ്ചർ ചെയ്യും. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വഴിയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ തീർച്ചയായിട്ടും ഒരു കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കല്ല് ഒക്കെ ഉള്ള സ്പേസാണ്. ഷൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇവിടെ നിന്നൊക്കെ കാണുന്നൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ലെവലാണ്. അടിപൊളി കിടക്കൻ വ്യൂസാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക എങ്ങനെയുണ്ട്. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ നമ്മൾ അതിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നൊരു വ്യൂ. അടിപൊളി കിടക്കൻ വ്യൂ ആണ്. എനിക്ക് ഇതെങ്ങനെ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കിടക്കൻ ഒരു വ്യൂ ആണ്. കുറച്ചിങ്ങനെ നടന്നു കുറച്ച് പേര് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാം. നമുക്കിവിടെ ഗ്രൂപ്പായിട്ട് ആക്സസ് അവർ സമ്മതിക്കത്തുള്ളൂ. നമുക്കിവിടെ ഇപ്പോൾ ഒരു അത്യാവശ്യം ആൾക്കാരുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് താഴോട്ട് വന്നത്. നിങ്ങൾക്കിവിടെ ഈ മലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വ്യൂ വേറെ തന്നെ ഒരു സെറ്റപ്പാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളിത് കണ്ട് ആസ്വദിക്കാമെന്നേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ. എന്തായാലും കുറച്ചും കൂടെ ഉണ്ട് പോകാൻ. നമുക്ക് പോയി നോക്കാം എന്തായാലും എന്താണ് ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ എന്നുള്ളത്. സ്ലിപ്പറിയാണ് കേട്ടോ, കുറച്ചൊക്കെ സ്ലിപ്പറിയാണ്. കല്ല് നന്നായിട്ടുണ്ട്. നടന്ന് ആൾക്കാരൊക്കെ നടന്ന് ഒത്തിരി കല്ലൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് സ്ലിപ്പറി ആവുന്നുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞാൽ മലയൊക്കെ പണ്ടങ്ങാണ്ട് സ്ലൈഡ് ആയതിൻ്റെയൊക്കെ ഒരു കല്ലുകളൊക്കെ വന്നതിൻ്റെയൊക്കെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. റിമൈനിങ്സ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ചെറിയ വാട്ടർ ബോഡീസ് ഉണ്ട്. അടിപൊളി കിട്ടുന്ന സ്ഥലം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്.
നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ്. വലിയ ചൂടില്ല, എന്നാൽ ഭയങ്കര തണുപ്പുമില്ല. കാറ്റ് നേരത്തെ വീശുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ അങ്ങനത്തെ കുഴപ്പമില്ല. ഇപ്പോൾ അത്യാവശ്യം സ്റ്റേബിളാണ്, കാറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കാണാം നമുക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ഇത് കണ്ട് ഇതിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് പേര് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെയാണ് പോകുന്നത്. അവരും ഇതുപോലെ നടക്കാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നതും അവരുടെ കാര്യങ്ങളും നമുക്ക് കുറച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന. ആൾക്കാരുമായിട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പുതിയ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങനെയാണ് പറ്റുന്നത്. പ്രത്യേകിച്ച് കാനഡ പോലുള്ളൊരു രാജ്യത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി കൾച്ചറൽ അല്ലെങ്കിൽ എന്താ പറയുക കൺട്രി ക്ലബ്ഡ് ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പം നമുക്ക് കൂടുതൽ അവരുടെ കൾച്ചറുമായിട്ട് അറിയാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ അറിവുകളും കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഉപയോഗം. രണ്ട് സൈഡിലും പൈൻ ട്രീസാണ്. ഇത് പൈനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ പറ്റുന്നത്ര നമ്മൾ കവർ ചെയ്യും. നമുക്കിതിലിങ്ങനെ അത്യാവശ്യം നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ കാടിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. കരടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടും കൂടിയാണ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കരടിയുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയെങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി പോകും. കാരണം ഇവിടെ റേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനൊന്നും പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റും, പക്ഷേ നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് നമുക്ക് മിസ്സാവും. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് നടക്കാം. നമ്മളവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 പോളിഷ് ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ ചോദിച്ചു നോക്കി എത്ര ദൂരം ഉണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുമെന്ന് ഞാനിങ്ങനെ ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇനി ഒരു 3 കിലോമീറ്റേഴ്സ് മാതിരി ഒരു 1 hour 20 minutes ഒക്കെ എടുക്കുമെന്നാണ് അപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇനിയും അത്രയും ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ ടൈം കൺസ്ട്രെയിൻ ഭയങ്കര പ്രശ്നം. അവർ ട്രക്ക് ചെയ്ത് വന്നതാണ്. അവർ സൈക്ലിങ്ങും പിന്നെ ട്രക്കിങ്ങും ഒക്കെ അങ്ങനത്തെ ഒരു ടീമാണ്. നമ്മളെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി, അതായത് നമുക്ക് ചാർട്ടഡ് വണ്ടികളാണ് ഉള്ളത്. അപ്പം നമുക്കിവരെ പോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ എനിവേ നമുക്കിതൊരു അടിപൊളി ഒരു വ്യൂ നമുക്കിവിടുന്ന് കിട്ടി. നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക അടിപൊളി കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടി. അതുപോലെ അവർ നമ്മളോട് പറഞ്ഞു അവർ പറ്റുവാണെങ്കിൽ അവർക്ക് ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മളെ ഈ ഒരു ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്കതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ആൾക്കാരുടെ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും സൗഹൃദങ്ങളും അതുപോലെ ആൾക്കാരെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയായിരിക്കും. ഇപ്പം ഞാൻ അവരോടിങ്ങനെ നടക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് നമ്മളെന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന ടൈം കൺസ്ട്രെയിൻ വെച്ച് നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്യും. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ് മിസ്സായ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ ലേക്ക് ലൂയിസിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് അത് മിസ്സായ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ എനിക്കറിയത്തില്ല നമ്മൾ അടുത്തൊരു ബസ് എത്ര നേരത്തിലായിരിക്കും വരിക എന്നൊന്നും നമുക്ക്
എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തിരിച്ചു പോകാം. കാരണം ലേക്ക് ലൂയിസ് എനിക്ക് മിസ്സാക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു സ്പോട്ടാണ്. നമ്മുടെ കൂടെ വേറെ ഉണ്ടായിരുന്നൊരു കൊറിയൻ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കണ്ടു കഴിഞ്ഞാൽ അവരും തിരിച്ചു പോവുകയാണ്. കാരണം അവരും ഇപ്പോൾ ഇവർ പറഞ്ഞു ഓൾമോസ്റ്റ് 1 hour 3 kilometer ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും തിരിച്ചു പോവുകയാണ്. അവർ ഇതേപോലെ ബസ് ബുക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ അവർക്കും 1 hour കൺസ്ട്രെയിൻ ഉണ്ട്, ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് അവരും തിരിച്ചു പോവാണ്. നമ്മളും മാക്സിമം, കാരണം നമുക്കിനിയൊരു 10 minutes മാക്സിമം ഉള്ളൂ നമുക്കിനി തിരിച്ചവിടെ എത്താൻ. എങ്ങനെയെങ്കിലും തിരിച്ചെത്തണം. ബസ് മിസ്സാക്കിയ പറ്റത്തില്ല. എന്തായാലും മാക്സിമം നോക്കട്ടെ. നമ്മളെന്തായാലും മാക്സിമം ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി മേളിലെത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ അവിടുന്ന് നടന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് കയറണം. ചാർജ് വളരെ കുറവാണ്. ഞാനതുകൊണ്ട് നടക്കുന്നൊന്നും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. ഞാൻ മേളിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. എന്തായാലും ഞാനൊന്ന് മേളിലേക്ക് പോയി നോക്കട്ടെ. ചാർജ് വളരെ കുറവാണ്. കാരണം നമ്മുടെ വണ്ടിയിലായിരുന്നു അതിൻ്റെ ചാർജിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. ചാർജ് ഫുള്ള് ട്രെയിൻ ഔട്ടാണ്. എന്തായാലും ഞാനിവിടെ മേളിലെത്തിയിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ലേക്ക് ലൂയിസിലെത്തി. ലേക്ക് ലൂയിസിന്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ ഇവിടുന്ന് കാണുന്നത്. ഞാൻ കുറച്ചും കൂടെ നമുക്ക് ബാക്ക് ആക്കി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത്. നമുക്കിവിടെ ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽസ് കത്തി റേറ്റ് ആണ്, ഒരു രക്ഷയില്ലാത്ത കത്തി റേറ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഹോട്ടൽ എടുക്കുവാണെങ്കിൽ അവന്റെ പാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത്. നമുക്ക് ഇവിടെയും കയാക്കിങ് പറ്റും, പക്ഷെ ഇവിടെ കുറച്ചും കൂടെ തിരക്കുണ്ട്. പിന്നെ റേറ്റും ഇവിടെ കുറച്ചും കൂടെ കൂടുതലാണ്. നമുക്ക് വ്യൂ ഒക്കെ ഓൾമോസ്റ്റ് സെയിം വ്യൂ ആണ് നമുക്ക് ഇവിടുന്നാണെങ്കിലും കിട്ടുന്നത്. കയാക്കിങ് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടുന്നാണെങ്കിൽ കയാക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും. അവിടെയാണ് അതിന്റെ ക്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് കാണാം അതിന്റെ ക്യൂ കാണുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെയാണ് കുറച്ചും കൂടെ മൊറൈൻ ലേക്കിനേക്കാൾ ഇവിടെയാണ് ആൾക്കാർ കൂടുതൽ. കാരണം ഇവിടെ പാർക്കിങ്ങിന്റെ ഒക്കെ കുറച്ചും കൂടെ എക്കണോമിക്കലാണ്. നമുക്ക് കുറച്ചും കൂടെ വന്ന് കാണാൻ പറ്റും. മറ്റവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊറൈൻ ലേക്കിലാണെങ്കിൽ പ്രൈവറ്റ് വണ്ടികളൊന്നും അങ്ങോട്ട് അലൗഡ് അല്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് വണ്ടികൾ അലൗഡ് ആണ്. പക്ഷെ പാർക്കിംഗ് ഉണ്ടാകത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അടിപൊളിയാണ്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോയ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. നമ്മൾ അങ്ങോട്ട് തന്നെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ ചെന്ന് പൈസ കൊടുത്ത് ഇങ്ങോട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കിവിടെ ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. അത് നമുക്ക് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അവിടുന്ന് വന്ന് നോക്കിയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടുന്ന് വരാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കിയായിരുന്നു. നമ്മളിവിടെ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഫുള്ളായിരുന്നു. കാരണം ഒന്നാം സീസൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നമ്മൾ ആ പാർക്ക് ആൻഡ് ഗോ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അവിടേക്ക് നമ്മൾ പോവുമായിരുന്നു. എന്തായാലും ഒരു അടിപൊളി വ്യൂ ആണ്. നമ്മൾ എന്താ പറയുക, എല്ലാം നിങ്ങൾക്ക് ഇത് കാണുന്ന ചില സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം ഒരുപോലെ തോന്നുമായിരിക്കും. പക്ഷെ ഇതിവിടെ വന്നു കഴിയുമ്പോൾ ഒരുപോലെയാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു ബിരിയാണി, എല്ലാം ബിരിയാണിയാണ്, പക്ഷെ ഡിഫറെൻറ്റ് ഫ്ലേവറുള്ള ബിരിയാണി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെയാണെങ്കിലും. നിങ്ങൾ എല്ലാം ഒരു വ്യൂ പോലെയാണ്. മലകളും പിന്നെ ഇതുപോലെ തടാകങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഒരു ഫ്ലേവേഴ്സ് പോലെയാണ്. നമുക്ക് ഞാൻ ഈ ഒരു സ്ഥലം കാണിച്ചു തരാം. നമുക്ക് രണ്ട് സൈഡിൽ രണ്ട് മലകൾ, അതിൻ്റെ നടുക്കൊരു അരുവി പോലെ അല്ലെങ്കിൽ ലേക്കാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ചറും ബാക്കിലത്തെ ആ ഒരു മഞ്ഞും നിങ്ങൾക്ക് കാണാം. ആ മഞ്ഞും ഇങ്ങോട്ട് വരുന്ന ആ ഒരു മഞ്ഞിൻ്റെ ഒരു സ്ഥലവും പിന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് മൗണ്ടെയിൻസ് വരുന്നുണ്ട്. അതുപോലെ നല്ല കാറ്റുണ്ട് കേട്ടോ. നേരത്തെ അവിടെ നിന്ന് കാറ്റൊന്ന് കുറഞ്ഞ് കിട്ടിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും കാറ്റായി. കാറ്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വെർത്തിട്ടാണ്. നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ എന്തായാലും വരിക, വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം.
അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ജാസ്പറിലേക്കാണ് പോകുന്നത്. നമ്മളിവിടുന്ന് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇനി ഇവിടുന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് വണ്ടി എടുക്കുന്നു, നേരെ ജാസ്പറിലേക്ക് വിടുന്നു. ഓൾമോസ്റ്റ് ഒരു 250 കിലോമീറ്റേഴ്സ് 300 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഹിൻടണിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ജാസ്പർ കുറച്ചും കൂടെ നമുക്ക് എക്കണോമിക്കലി കുറച്ചും കൂടെ നല്ലത് ഹിൻടൺ ആണ്. അപ്പോൾ ഹിൻടണിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഒരു Airbnb ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ജാസ്പർ എത്തി. ഒരു 300 കിലോമീറ്റർ നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്തു. ലേക്ക് ലൂയിസിൽ നിന്ന് ജാസ്പർ വരെ 300-350 ആ ഒരു റേഞ്ചിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തു. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഹിൻടണിലേക്കാണ്. ഹിൻടണിലാണ് നമ്മുടെ ഇന്ന് സ്റ്റേ. അപ്പൊ നാളെ നമ്മുടെ ജാസ്പറിന്റെ ഫുൾ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ പറയുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ നാളെ നമുക്ക് വരുന്നതാണ്. അത് നമ്മുടെ ബാൻഫ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പോയി കാണാം. ഓക്കെ, ബൈ.